നമസ്കാരം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള നിതിൻ രാജിന്റെ ആത്മഹത്യ, അതിന്റെ ദുരൂഹതകൾ ഇപ്പോഴും മാഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ കോടതിയെ സമീപിക്കുന്നു. ഡോക്ടർ റാം പറയുന്നത് താനും സമാന രീതിയിൽ പെടുന്ന ആളാണ്, താൻ അങ്ങനെ ജാതി അധിക്ഷേപമൊന്നും നടത്തുന്ന ആളല്ല, ഇപ്പോഴും കുട്ടികൾക്കൊപ്പം ഉണ്ടാകുന്ന ആളാണ് എന്ന തരത്തിലൊക്കെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും തൻ്റെ സഹോദരൻ എന്ത് സംഭവിച്ചു എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ആ സഹോദരിമാർ നിൽക്കുന്നത്. വെറും ലോൺ ആപ്പിന്റെ ഭാഗമായിട്ടാണ് ആ വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയത് എന്ന് പറഞ്ഞ് ഒതുക്കാൻ ഈ കേസിന്റെ ഭാഗമായിട്ട് ശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെയും കൊലപാതകം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ കുടുംബം. കേരളത്തിൽ ഒന്നടങ്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം DGP ഓഫീസിന് മുന്നിലേക്കും ഉണ്ടായിട്ടുണ്ട്. KBMSന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് സംഘടിപ്പിച്ചത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ അറസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. നിലത്ത് വീഴുമ്പോൾ അല്ലെങ്കിൽ വലിയ ഉയരത്തിൽ നിന്ന് താഴെ വീണ ഒരാൾ അങ്ങനെ വീകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ചില സംശയങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നിതിൻ രാജിന് യഥാർത്ഥത്തിൽ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? അത് പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് സംസാരിച്ച് ഇറങ്ങിയതിന് ശേഷം നിതിൻ രാജിന്റെ മനസ്സ് മടുപ്പിച്ചത് എന്താണ് എന്നതടക്കം പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. അപ്പോൾ ഈ പ്രധാനമായിട്ടും നിതിൻ രാജിനെ തളർത്തിയിട്ടുള്ള ആ ഒരു തെളിവ് അത് അന്വേഷിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ കേരളത്തിൽ ഒന്നടങ്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാകുകയാണ്. जिंदाबाद
ഈ യോഗത്തിന് ആദ്യം പരിപാടി അധ്യക്ഷൻ ഡോക്ടർ പി പി ആർ മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ ഉദ്ഘാടകൻ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഭയുടെ സംസ്ഥാന നേതാക്കളെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ യൂണിയൻ മഹാസഭയുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രവർത്തകരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ പ്രിയങ്കരനായ ഈ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏപ്രിൽ മാസം 10-ന് നമ്മുടെ പ്രിയപ്പെട്ട BDS വിഭാഗത്തിലായിരുന്ന നിതിൻ രാജൻ പറയുന്ന പട്ടിക വിഭാഗത്തിൽ പെടുന്ന 1ാം വർഷ BDS വിദ്യാർത്ഥി ഒരു നിലക്കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ആത്മഹത്യ ചെയ്യുമെന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്നാൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് 2 ദിവസം മുമ്പ് ആ കോളേജിലേക്ക് ആ പരിസരവും കോളേജും കാണാൻ വന്ന നിതിൻ രാജിന്റെ അച്ഛനും ബന്ധുക്കളും ഉൾപ്പെടെ കാണാൻ കഴിയുന്ന കാഴ്ചയും അവർ പറയുന്ന കാര്യം ഇവർക്ക് പരിശോധിക്കപ്പെടുന്നു. നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതല്ല, അത് കൊലപാതകമാണ് എന്ന തരത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നിതിൻ സ്തംഭിപ്പിക്കും ഈ ചൂടിനെ ജീവിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിവിടെ അവസാനിക്കില്ല. ഞങ്ങൾ സമരത്തെടുക്കും. പോലീസ് നിങ്ങൾ പറയുന്ന ഭരണകക്ഷികൾക്ക് ഇവിടുത്തെ മറ്റൊരു ആളുകൾക്ക് ചോട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന നിതിൻ രാജിന്റെ തുടരുകയാണെങ്കിൽ ഒരു സംശയം കേരളം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി പ്രിയങ്കരനായിട്ടുള്ള സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ ഡോക്ടർ പി പി റാവു അവരുടെ ഈ സമരങ്ങളിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്തു. നമ്മുടെ സമരം ഉദ്ഘാടനം ചെയ്ത മഹാസഭയുടെ പ്രിയങ്കരനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ കണ്ടപ്രസാദാണ്. കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഈ ജാതി ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ കണ്ടപ്രസാദ് ഇന്ത്യയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന സഭയുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പി എസ് ശിവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ എം കെ രവി, ശ്രീ പ്രസന്നലാൽ, ശ്രീമതി കനകം, വസ്ത്രമന്ത്രം ഉൾപ്പെടെ മഹിളാ നേതാക്കൾ, ശോഭ ചിറപ്പാടത്ത്, പിന്നെ വൈഎമ്മിന്റെ ശരത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതൃത്വങ്ങളെയും ഈ ഒരു കൈയിലൊക്കെ ഈ സമരം വിജയിപ്പിക്കാൻ എത്തിച്ചേർന്ന അയ്യങ്കാരിയുടെ ചെറുപ്പക്കൾ എല്ലാവരെയും ഒറ്റമാറ്റി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ധാർമ്മിക സമരത്തിന്, ഈ സാമൂഹ്യ നീതി പോരാട്ടത്തിന് ഞങ്ങളോടൊപ്പം മനസാക്ഷിയും ചേർത്തുകൊണ്ട് സഹകരിക്കുന്ന ഇന്നാളിലെ നല്ലവരായ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ സ്വാഗതം ചെയ്ത് മുന്നോട്ടുന്നു. നന്ദി, നമസ്കാരം. ജയ് അയ്യങ്കാരി, ജയ് കബീർ. Gracias.